മഹാദേവ്യേ നമ. ഓം സിന്ദൂരാരുണ വിഗ്രഹാം തൃണയനാം മാണിക്യമൗലീ സ്ഫുരദ്ധരാ നായക ശേഖരാസ്മിതമുഖീം ആവീനവക്ഷോരുഹാം പാണിഭ്യാമളിപൂർണ രത്നചഷകം രക്തോൽപലം ബിഭ്രതിം സൗമ്യാം രത്നകടസ്ഥരക്തചരണാം ധായേ പരാമംബികാം ശ്രീവിദ്യാം ജഗദാന്ധാത്രിം സർഗസ്ഥിതിലയേശ്വരി നമാമി ലളിതാ നിത്യാം സർവസമ്പത്പ്രദായിനിം. ലളിതാ സഹസ്രനാമത്തിലെ 351 മന്ത്രം. വാമകേശി, വാമങ്ങളായിരിക്കുന്ന കേശത്തോടു കൂടി, വാമങ്ങൾ സുന്ദരങ്ങളായിരിക്കുന്ന കേശത്തോടു കൂടിവൾ. വേറൊരർത്ഥം, വാമകേശ്വര തന്ത്രത്തിൽ പ്രതിപാദിക്കപ്പെടുന്നവൾ, അതായത് വാമകേശ്വര തന്ത്രത്താൽ വിദ്യാമണ്ണം അറിയപ്പെടേണ്ടവൾ, അത് വാമകേശിയാണ്. അടുത്തത് വന്യമണ്ഡലവാസിനി. വന്യമണ്ഡലവാസിനി, വന്യമണ്ഡലത്തിലെ സോമസൂര്യാഗ്നി മണ്ഡലങ്ങളിൽ വസിക്കുന്നവൾ. സോമസൂര്യാഗ്നി മണ്ഡലങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ശ്രീചക്രത്തിലെ അഗ്നി സൂര്യ ചന്ദ്രമണ്ഡലങ്ങളെ അധിഷ്ഠാനം ചെയ്യുന്ന ദേവതയാണ് ഈ മഹാദേവി. സ്വാധിഷ്ഠാനത്തിലെ അഗ്നിമണ്ഡലം, അനാഹതത്തിലെ സൂര്യമണ്ഡലം, സഹസ്രാരത്തിലെ ചന്ദ്രമണ്ഡലം, ഈ 3 മണ്ഡലങ്ങളിലെ അധിധാത്രി ദേവി തന്നെയാണ്. അതുകൊണ്ട് അത് വന്യമണ്ഡലത്തിലാണ് ദേവി വസിക്കുന്നതെന്ന് പറയുന്നു. ഭക്തിമൽ കൽപ്പലലിക, ഭക്തന്മാർക്ക് കൽപ്പലലികയായുള്ളവൾ. എന്നുവെച്ചാൽ എന്താണ്? ഭക്തന്മാർക്ക് സകലവിധമായ അഭീഷ്ടങ്ങളെ നിറവേറ്റി കൊടുക്കുന്നവൾ. അറിയാം, നമുക്ക് കാമധേനു കൽപ്പവൃക്ഷത്തിലെ സങ്കല്പങ്ങൾ അറിയാം, എന്തും കൊടുക്കാൻ സാധിക്കുന്നതാണ്. അടുത്തത് പശുപാശ വിമോചനി. പശു പാശ വിമോചനം. എന്താണ് പശു? നമുക്ക് നിർവചനം, പശു എന്നുള്ള ശബ്ദത്തിന്റെ നിർവചനം ബ്രഹ്മാദി പിപീലികാന്ത സകല സ്ഥാവര ജംഗമസ്യ സമസ്ത പദമതി പശു. ബ്രഹ്മാവ് മുതൽ ഉറുമ്പ് വരെ ഉള്ളതും എല്ലാ സ്ഥാവരങ്ങളും ജംഗമങ്ങളുമായ ചലിക്കുന്നതും ചലിക്കാത്തതുമായ സകലവിധമായ ചര അചരങ്ങളെയും ചേർത്ത് ഒറ്റപ്പദമായിട്ട് പറയുന്നതാണ് പശു. അപ്പൊ ഉറുമ്പ് മുതൽ ബ്രഹ്മാവ് വരെ ഇവിടെ ഇളകുന്നതും ഇളകാത്തതുമായി ചലിക്കുന്നതും ചലിക്കാത്തതുമായി എന്തെല്ലാം ഉണ്ടോ അത് മൊത്തം ഉൾക്കൊള്ളുന്ന ജഗത്തിന്റെ മൊത്തം പതിയാണ് പശുനാം പതി എന്നാണ് പശുപതി എന്ന അർത്ഥത്തിൽ നമ്മൾ പറയുന്നത്. വന്ദേ ശംഭു ഉമാപതി സൂര്യഗുരും വന്ദേ പശുനാം പതി എന്ന് വിളിക്കുമ്പോഴേ നമുക്ക് പശു എന്നുള്ളത് നമ്മൾ വളർത്തുന്ന പാല് തരുന്ന മൃഗം എന്ന അർത്ഥത്തിൽ പശുനാം പതി, കാള എന്നൊക്കെ അർത്ഥം ചിന്തിച്ചു പോകും. പലരും ആ ഭാഗം വരുമ്പോഴും ഉഴപ്പിപ്പോവും. അങ്ങനെയല്ല. പശു എന്ന അർത്ഥത്തിന്റെ അർത്ഥം, പശു എന്ന വാക്കിനർത്ഥം ഈ അഖിലാണ്ട കോടി ബ്രഹ്മാണ്ടത്തിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം പശുവാണ്. അതിന്റെ പതിയാണ് മഹാദേവൻ. ഇവിടെ ദേവിയുടെ നിർവചനം അല്ലെ ദേവിയുടെ വിശേഷണമായി പറഞ്ഞത് പശു പാശ വിമോചനി, സകല ചരാചരങ്ങളെയും കർമ്മപാശത്തിൽ നിന്നും വിമോചിപ്പിക്കുന്നവൾ എന്ന അർത്ഥത്തിൽ എടുക്കാം. ഇനിയും വേറെ ഒരു അർത്ഥത്തിലെ പശുവിന്റെ ശബ്ദം ചിന്തിച്ചാൽ അഭേദ ജ്ഞാനരൂപ വിദ്യാവിഹീനന്മാർ, അതായത് ഞാനും നീയും എന്ന ഭേദചിന്തയോടുകൂടി പാരമാർത്ഥികമായ ബോധത്തിൽ ഇവിടെ ഈശ്വരൻ മാത്രമേ ഉള്ളൂ എന്നറിയാതെ ഈ ദ്വൈത ദ്വൈതത്തിൽ ഭ്രമിച്ച് ഈ പ്രപഞ്ചം സത്യമെന്ന് കരുതി ഭൗതിക ജീവിത സുഖസമൃദ്ധികളാണ് സത്യമെന്ന് കരുതി ജീവിക്കുന്നത് പശുക്കളാണ്. ആ പശുക്കളെ ആ കർമ്മപാശത്തിൽ മോചിപ്പിച്ച് ആത്യന്തികമായ ബോധസത്യയിലേക്ക് ഉണർത്തുന്നവളും പശുപാശ വിമോചിനിയാണ്. വാക്കുകളുടെ അർത്ഥം മനസ്സിലായെന്ന് ധരിക്കുന്നു. നമുക്കതിന് കുറെ ഭാവങ്ങളൊക്കെ ഉണ്ട്. അതായത് പാശബദ്ധരായ ജീവന്മാരുടെ 5 ഭാവങ്ങൾ, അതും പാശമാണ്. ഈ പാശങ്ങളിൽ നിന്ന് മനുഷ്യനെ ദേവി യോഗശക്തി കൊണ്ട് മോചിപ്പിക്കുന്നതായി യോഗശാസ്ത്ര പ്രകാരം പറയുന്നു. അപ്പൊ യോഗശാസ്ത്ര പ്രകാരമുള്ള ക്ലേശങ്ങള് 5 ക്ലേശങ്ങളുണ്ട്. അവിദ്യ. ഒന്ന് അവിദ്യ. അവിദ്യ എന്താണ്? ആത്മാവിനെ വേർതിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ. എന്താണ് ആത്മാവ്, എന്താണ് അനാത്മാവ് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയെ അവിദ്യ എന്ന് വിളിക്കുന്നു. അസ്മിത ദേഹാദികളിൽ ആത്മാവാണെന്നും തെറ്റിദ്ധാരണ. ഞാൻ ദേഹമാണെന്നും ആത്മാവിനെ ദേഹത്തിൽ കാണാൻ ശ്രമിക്കുന്നു.
ദേഹമാണ് ആത്മാവും തെറ്റായ ധാരണയാണ് അസ്മിത. രാഗം നമുക്കറിയാം, സുഖേച്ഛയിൽ നിന്ന് ഉടലെടുക്കുന്ന ഒരു ആകർഷണമാണ്. എൻ്റെ സുഖത്തിന് വേണ്ടിയുള്ള വസ്തുക്കളെല്ലാം എൻ്റെ കൂടെ നിൽക്കണം, ഒരിക്കലും നഷ്ടപ്പെടരുത് എന്ന് തോന്നൽ. അല്ലെ, സുഖത്തിനുള്ള സാധന സാമഗ്രികൾ എന്നും എൻ്റെ കൈവശം വേണം, എനിക്ക് സുഖാനുഭവം വേണം, എനിക്ക് അവയെ വിട്ടുകളയാൻ സാധ്യമല്ലെന്നുള്ള അവസ്ഥയാണ് രാഗം. ദേഷ്യം എന്താണ്? ദേഷ്യം അത് നമ്മുടെ സുഖത്തിന് ആസ്വാദനത്തിന് വിപരീതമായി വരുന്ന എല്ലാത്തിനോടുള്ള വികർഷണമായ ഒരു സ്വഭാവം, അവരെയൊക്കെ ഒഴിവാക്കാൻ, തൻ്റെ സുഖത്തിന്റെ അനുഭവത്തിന് തടസ്സം വരുന്നതിനെ എന്നേക്കുമായി ഒഴിവാക്കാനുള്ള പ്രവണത ദേഷ്യം. അല്ലെങ്കിൽ കാമത്തിന് രാഗത്തിന് ഹതം വരുമ്പോൾ ഉണ്ടാകുന്ന മാനസികാവസ്ഥ, കാമഹതം, കോപം അല്ലെങ്കിൽ ദേഷ്യം. അടുത്തത് അഭിനിവേശം. അഭിനിവേശം ആത്മശ്രേയസ്സിന് ഹാനികരമാണെന്നറിഞ്ഞിട്ടും, അവർക്കറിയാം ആത്മശ്രേയസ്സിന്, ആത്മാവിനെ കണ്ടെത്താൻ ഈശ്വര മാർഗത്തിന് ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ വിപരീത ഫലം ഉളവാക്കും എന്നറിഞ്ഞിട്ടും ഭൗതിക വിഷയങ്ങളോട് ഒട്ടി നിൽക്കുന്ന ഒരു മാനസിക പ്രവണതയാണ് അഭിനിവേശം. ഈ 5 പാശങ്ങൾ ഒരു ജീവനെ ബന്ധിക്കുമ്പോൾ ഈ 5 പാശങ്ങളെ അറുത്ത് ജീവനെ ആത്യന്തികമായി മുക്തമാക്കുന്ന ആളും പശുപാശ വിമോചിനിയാണ്. അങ്ങനെ അർത്ഥത്തിലെടുക്കാം. അടുത്തത് സംഹൃതാശേഷ ഭാഷണ്ട. സംഹൃത അശേഷ ഭാഷണ്ട എന്നുവെച്ചാൽ അർത്ഥം എന്താണ്? പാഷണ്ട, സംഹൃതന്മാരായി നാശിതന്മാരായിരിക്കുന്ന അശേഷ പാഷണ്ഡന്മാരോട് കൂടിവൾ. പാഷണ്ഡന്മാരെ നിശേഷം സംഹരിക്കുന്ന പാഷണ്ഡൻ എന്ന ശബ്ദം. അപ്പൊ നമുക്ക് എന്താണ് ഭാഷണ ശബ്ദം? ധർമ്മവിരുദ്ധമായി വാക്കും പ്രവൃത്തിയും വരുന്നവരാണ്. ധർമ്മവിരുദ്ധമായ വാക്കുകളെയും പ്രവൃത്തിയെയും ചെയ്യുന്നവർ അവരുടെ പാഷണ്ഡന്മാർ. പാഷണ്ഡന്മാരെ അശേഷ പാഷണ്ഡന്മാർ, അപ്പോൾ പാഷണ്ഡ സമൂഹത്തെ നശിപ്പിക്കുന്നവൾ, നിശേഷം സംഹരിക്കുന്നവൾ. അതാണ് സംഹൃത അശേഷ പാഷണ്ഡ, അധർമ്മികളെ പൂർണ്ണമായിട്ടും നശിപ്പിക്കുന്നവൾ. ഇനി അടുത്തൊരു പാഠഭേദമുള്ളത് സംഹൃത അശേഷ പാഖണ്ഡ. പാഖണ്ഡ എന്ന് ചില പുസ്തകത്തിലുണ്ട്, പാഖണ്ഡ, അങ്ങനെ പാഠഭേദമുണ്ട്. പാഖണ്ഡ എന്ന് വെച്ചാൽ പാ വേദാർത്ഥം എന്നർത്ഥമുണ്ട്, ഖണ്ഡ ഖണ്ഡിക്കുന്നത്, വേദാർത്ഥത്തെ ഖണ്ഡിക്കുന്നത്, വേദത്തിന്റെ വ്യക്തം മോശപ്പെട്ട അല്ലെങ്കിൽ വേദം കൊണ്ട് തർക്കിക്കപ്പെടുന്ന ആശയങ്ങളെ ഖണ്ഡിച്ച് പരമാർത്ഥമായ വേദത്തിന്റെ വാക്യത്തെ വെളിവാക്കുന്നവൾ എന്നർത്ഥമുണ്ട്. അത് ചില പുസ്തകങ്ങളുണ്ട്, ഭൂരിപക്ഷം പുസ്തകങ്ങളും സംഹൃത അശേഷ ഭാഷണ്ടെന്നാണ്. അപ്പൊ ആ അർത്ഥം മനസ്സിലാക്കിയാൽ മതിയാകും. അടുത്തത് സദാചാര പ്രവർത്തിക. സദാചാരങ്ങളെ പ്രവർത്തിപ്പിക്കുന്നവൾ. സദാചാരങ്ങൾ എന്താണ് പ്രമാണം? വേദങ്ങളിൽ പ്രമാണമുണ്ട്, ഇല്ല? വേദങ്ങളിൽ ഇപ്പൊ നമുക്ക് നേരത്തെ കൂർമ്മ പുരാണത്തിൽ ദേവി സ്വയം പ്രഖ്യാപിക്കുന്നുണ്ട്. ആ പ്രഖ്യാപനം ഒന്ന് വായിക്കാം. അല്ലയോ രാജാവേ, ജനങ്ങളിൽ ധർമ്മം പ്രതിഷ്ഠിക്കുവാൻ എൻ്റെ ആജ്ഞാനുസരണം വ്യാസനാൽ 18 പുരാണങ്ങളും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരാൽ ഉപപുരാണങ്ങളും രചിക്കപ്പെട്ടു. ധർമ്മ സർവസാരം ഗ്രഹിച്ച വ്യാസൻ എല്ലാ യുഗങ്ങളിലും ഇങ്ങനെ തന്നെ ചെയ്യുന്നു. 4 വേദങ്ങൾ, ഋക്ക്, യജുസ്, സാമോ, അഥർവം. 4 ഉപവേദങ്ങൾ, ആയുർവേദം, ധനുർവേദം, ഗാന്ധർവവേദം, അർത്ഥവേദം. 6 വേദാംഗങ്ങൾ, ശിക്ഷ, കൽപ്പം, വ്യാകരണം, നിരുക്തം, ഛന്ദസ്, ജ്യോതിഷം. ഇതാണ് 6 വേദാംഗങ്ങൾ. കൂടാതെ മീമാംസ, ന്യായശാസ്ത്രം, ധർമ്മശാസ്ത്രം, പുരാണം എന്നിങ്ങനെ 18 വിദ്യകളിലായി ധർമ്മതത്വം പ്രചരിപ്പിച്ചിരിക്കുന്നു. അങ്ങനെ ബ്രഹ്മാവ്, മനു, വ്യാസൻ തുടങ്ങിയ ആചാര്യന്മാരാൽ എൻ്റെ ആജ്ഞയാൽ ഉപദേശിക്കപ്പെട്ട ഈ ധർമ്മം പ്രളയകാലം വരെ പാലിക്കപ്പെടും. ദേവിയുടെ വാക്കുകളാണ്. അപ്പൊ എല്ലാ ധർമ്മത്തിന്റെയും സദാചാരങ്ങളെയും പ്രവർത്തിപ്പിക്കുന്ന ശക്തിവിശേഷം ദേവിയാണ്. എല്ലാ ധാർമ്മിക ഗ്രന്ഥങ്ങളിലും നിൽക്കുന്ന സദാചാര സംഹിതകള് ദേവിയുടെ ആജ്ഞാനുസരണം രചിക്കപ്പെട്ടവയാണെന്നർത്ഥം. അതാണ് സദാചാര പ്രവർത്തിക. അടുത്തത് താപത്രയാഗ്നി സംതപ്ത സമാഹ്ലാദന ചന്ദ്രിക. താപത്രയമാകുന്ന അഗ്നിയിൽ പതിച്ച് സന്തപിക്കുന്നവരെ സമമായിട്ട് അവരെ നല്ല തരത്തിൽ ആഹ്ലാദിപ്പിക്കുന്ന ചന്ദ്രിക. ആഹ്ലാദിപ്പിക്കുന്ന, നല്ലവണ്ണം ആഹ്ലാദിപ്പിക്കുന്ന, അവർക്ക് കുളിർമ കൊടുക്കുന്ന ചന്ദ്രിക.
അപ്പൊ താപത്രയം നമുക്കറിയാം, ആധ്യാത്മികം, ആദ്യ ഭൗതികം, ആദ്യ ദൈവികം തുടങ്ങിയ ആ ദുഃഖ ദുരിതത്തിൽ പെട്ട് വിഷമിക്കുന്ന, നട്ടം തിരിയുന്ന ജനങ്ങൾക്ക് അവർക്ക് ആഹ്ലാദത്തിന്റെ ചന്ദ്രിക, സമാശ്വാസത്തിന്റെ ചന്ദ്രിക നൽകുന്നവൾ, ചന്ദ്രികയായി പതിയുന്നവൾ. നമ്മുടെ ഏത് ദുഃഖവും ദുരിതവും വരുമ്പോഴും ദേവിയെ മനസ്സിരുത്തി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ആന്തരികമായ ഒരു കുളിർമ അനുഭവപ്പെടും. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എല്ലാ വിഷയങ്ങൾക്കും ഒരു പരിഹാരം, നമുക്കൊരു ഉറപ്പ്, നമ്മുടെ വിഷയങ്ങളൊക്കെ പരിഹരിക്കപ്പെടും. ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ ദുഃഖ ദുരിതങ്ങൾ തീരുമെന്നൊരു ഉറപ്പുണ്ടാകുന്നു. ആ ഉറപ്പ് തരുന്നവൾ. അത് എല്ലാ താപത്രയത്തിലും വെന്ത് തീരുന്ന ആളുകൾക്ക് സമാഹ്ലാദിപ്പിക്കുന്ന ചന്ദ്രിക, ചന്ദ്രിക പോലെ കുളിർമയുണ്ടായി ആ ചുട്ടുനീറ്റലിന് പരിഹാരം ഉണ്ടാക്കുന്നവൾ, താപത്രയങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നവൾ. താപത്രയാഗ്നി സംതപ്ത സമാഹ്ലാദന ചന്ദ്രിക. തരുണി. തരുണി എന്താണ്? നിത്യ താരുണ്യത്തോടു കൂടിയവൾ, നിത്യ യൗവന യുക്തയായവൾ, കാലാതീതയായ അല്ലെങ്കിൽ കാലം പോലും ദേവിയുടെ ആജ്ഞാനുവർത്തിയാണ്. അല്ലെങ്കിൽ കാലത്തിനെല്ലാം അതിക്രമിച്ച് നിൽക്കുന്ന കാലദേശാപതിഭ്യായ ദേവിക്ക് ഒരിക്കലും അവസ്ഥാഭേദങ്ങളൊന്നും ബാധിക്കുന്നില്ല. അപ്പൊ നിത്യ യൗവന യുക്ത തന്നെയാണ്. താപസ ആരാധ്യ, താപസന്മാരാൽ ആരാധിക്കപ്പെടുന്നവളാണ് ദേവി. തനുമധ്യ. തനുമധ്യ. തനുമധ്യ തനുവായി കൃശമായിരിക്കുന്ന മദ്യത്തോടു കൂടിയവൾ. മദ്യം അരക്കെട്ട്, ഒതുങ്ങി അരക്കെട്ടോട് കൂടിയവൾ. സൗന്ദര്യ ലക്ഷണമായിട്ട് പറഞ്ഞു, ഒതുങ്ങി അരക്കെട്ടോട് കൂടിയവൾ. കാഞ്ചി ദേശത്തിലുള്ള ഒരു ദേവിയുടെ പേരും തനുമധ്യ എന്നാണ്. അടുത്തത് തമോബഹ. തമോ ഗുണജന്യമായ ജാഡ്യത്തെ നശിപ്പിക്കുന്നവൾ. തമോബഹ, തമസിനെ. ഇപ്പൊ തമസ് എന്താണ്? അജ്ഞാനം. അജ്ഞാനത്തെ അപഹരിക്കുന്നവൾ. തമസിനെ അപഹരിക്കുന്ന തമോബഹ. തമോ ഗുണജന്യമായ ആ ജഡത്തെ, ജാഡ്യത്തെ ഇല്ലാതാക്കുന്നവൾ. അപ്പം തമസ് എപ്പോഴും ഇരുട്ടാണ്. ആ ഇരുട്ടിനെ ഇല്ലാതാക്കുന്ന ആ ദിവ്യപ്രകാശമാണ് ദേവി. അജ്ഞാനത്തെ ഇല്ലായ്മ ചെയ്യുന്നവൾ. അജ്ഞാനോടെ മായ, ഭക്തന്റെ എല്ലാ ഭ്രമങ്ങൾക്കും കാരണം മായാഭ്രമമാണ്. എല്ലാ അനർത്ഥങ്ങൾക്കും കാരണഭൂതമായി തമസിനെ, അജ്ഞാന അന്ധകാരത്തെ ഇല്ലാതാക്കുന്ന, അപഹരിക്കുന്നവൾ തമോബഹ. ചിതിഹി. ശുദ്ധജ്ഞാന സ്വരൂപിണി, അതാണ് ചിതിഹി. ചിതിഹി അവിദ്യ പരിബന്ധി ജ്ഞാനരൂപ, അല്ലെ ജ്ഞാനസ്വരൂപ. ഭാസ്കരരായർ എന്ന ദേവി ഭക്തന് അദ്ദേഹത്തിന്റെ കൃതിയിൽ പറഞ്ഞ ചിതിഹി അവിദ്യ പരിബന്ധി ജ്ഞാനസ്വരൂപ. പരിബന്ധി എന്ന് വെച്ചാൽ ശത്രു എന്നർത്ഥം. അവിദ്യക്ക് ശത്രുവായ ജ്ഞാനസ്വരൂപിണി, അതാണ് ചിതി. എല്ലാവിധമായ അവിദ്യയാകുന്ന മായാഭ്രമത്തെ മാറ്റി ശുദ്ധജ്ഞാന സ്വരൂപം കൊടുക്കുന്ന ശുദ്ധജ്ഞാന സ്വരൂപിണിയായി വിളങ്ങി ആ ശുദ്ധജ്ഞാന സ്വരൂപത്തിലേക്ക് ഭക്തരെ ഉയർത്തുന്ന ചൈതന്യ വിശേഷമാണ് ചിതിഹി. ആ ചിതി ദേവി തന്നെയാണ്. ചിതിഹി. ചിതിഹി അവിദ്യ പരിബന്ധി ജ്ഞാനസ്വരൂപ. പരിബന്ധി ശത്രു, അവിദ്യക്ക് ശത്രുവായി തീരുന്ന ജ്ഞാനസ്വരൂപ എന്ന് നിർവചനം. തത്പദ ലക്ഷ്യാർത്ഥ. തത്പദം കൊണ്ട് ലക്ഷ്യമാക്കുന്നത് തത്വമസി എന്ന പദത്തില് തത്, അത് നീ തന്നെയാകുന്നു. അപ്പൊ അത് എന്ന് പറയുന്ന പദം, തത് എന്ന് പറയുന്ന പദം ബ്രഹ്മപ്രതിപാദ്യമാണ്. ആ ബ്രഹ്മപ്രതിപാദ്യമായിട്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അത് ദേവി തന്നെയാണ്. ആ ബ്രഹ്മപ്രതിപാദ്യമായ ആ ചൈതന്യ വിശേഷം ദേവി തന്നെയാണ്. തത്വമസ്യാദി വാക്യങ്ങളിലുള്ള തത്പദത്തിന്, ആ തത്പദത്തിന് അർഹയായിരിക്കുന്ന ആ ദേവി, ആരെയാണോ തത്, അത് നീ തന്നെയാകുന്നു. ഈ പ്രപഞ്ചത്തെ ഏതെന്നറിഞ്ഞ എല്ലാം അറിഞ്ഞതായി തീരുമോ? ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് ഹേതുഭൂതമായിരിക്കുന്ന എന്താണോ, അല്ലെങ്കിൽ പ്രപഞ്ചം എന്ത് വികസിച്ചുണ്ടായതാണോ, ആ പരമമായ സത്യം എന്തിൽ നിന്നെല്ലാം ഉണ്ടായി എന്ന് അന്വേഷിക്കുന്ന ശിഷ്യനോടാണ് ഇങ്ങനെയുള്ള വാക്യങ്ങളെ കൊണ്ട് ഗുരു ഉപദേശം നടത്തുന്നത്. അപ്പൊ എന്താണോ ഈ പ്രപഞ്ചത്തിലുള്ളത്, എന്താണ് ഉണ്മയായിട്ടുള്ളത്, എന്ത് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ എന്താണ് ഈ ബ്രഹ്മം, അത് ദേവി തന്നെയാണ്. അതാണ് തത്പദ ലക്ഷ്യം. തത്വമസിലെ തത് എന്ന പദം കൊണ്ട് ലക്ഷീകരിക്കപ്പെടേണ്ടവൾ അത് ദേവി തന്നെയാണ്. ചിതേകര സ്വരൂപിണി. ചിതേകര സ്വരൂപിണി. അപ്പൊ ഇത് 2-3 തരത്തിൽ ഇതിനെ പറയാം വാക്കിനെ. ചിതേകരസ രൂപിണി എന്ന് പറയാം. ഏകര സരൂപിണി എന്നും പറയാം.
നമുക്ക് സംസ്കൃത പദത്തിനെ എല്ലാ തരത്തിലും നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റും. നമ്മൾ പൊതുവിൽ കൂടുതൽ പേരും വ്യാഖ്യാനിച്ച് കിടന്നത് ചിത് ഏകരസ രൂപിണി എന്നാണ്. ചിത് ഏകരസ രൂപിണി, ചിത്തിനോട് ഏകരസമായി. ചിത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ ചിതി, അതാണ് ചിതിയുടെ ഭാവമാണ് ചിത്ത്, ശുദ്ധജ്ഞാന സ്വരൂപമായ ആ ബ്രഹ്മം. ആ ചിത്തിനോട് ഏകരസമായി അതുമായിട്ട് ചേർന്നിരിക്കുന്നവൾ, ചിത്ത് തന്നെ മുഖ്യരസമായിരിക്കുന്ന രൂപത്തോടു കൂടിയവൾ. ചിത്ത് സത്തും ചിത്തും ആനന്ദത്തിലെ ചിത്താണ്. ചിത്ത് ആ ഉണ്മ, ആ ചിത്തിനോട് ആ ബ്രഹ്മത്തോട് അഭേദാനുഭവമായി ഇരിക്കുന്നവൾ. ചിത്ത് ഏകരസ, ചിത്ത് തന്നെ ഏകരസമായ സ്വരൂപത്തിലിരിക്കുന്നവൾ, ചിത്താകുന്ന ഏകരസം സ്വരൂപമായി ഉള്ളവൾ. വിശേഷ ജ്ഞാനകാരിണി എന്ന് വിളിക്കാം. നിർഗുണ ബ്രഹ്മത്തിന്റെ സ്വരൂപമാണ് ചിത്ത്. നിർഗുണവും നിരാകാരമായ ബ്രഹ്മത്തിനെ ചിത്ത് എന്ന് വിളിക്കാം. ഇവിടെ എന്താണ് വിളിച്ചിരിക്കുന്നത്? അപ്പൊ ചിത്ത് ഏകരസ സ്വരൂപമായുള്ളവർ. ഇനി അടുത്ത എന്താണ് പറയുന്നത്? അടുത്തത് അപ്പൊ ചിത് ഏകരസ സ്വരൂപിണി, ചിത് ഏകരസ രൂപിണി എന്ന് വിളിക്കാം. ചിത് ഏകരസ രൂപിണി, ചിത്താകുന്ന ഏകരസം രൂപമായുള്ളവൾ, ചിത് ഏകരസ രൂപിണി. ഇനി ചിതേക രസരൂപിണി, ചിതേക രസരൂപിണി, ചിത്തിൽ മാത്രം രസം കാണുന്ന രൂപത്തോടു കൂടിയവൾ. ചിത്തിൽ എന്നുവെച്ചാൽ ആത്മാവിൽ മാത്രം അഭിരമിക്കുന്നവൾ, ആത്മസത്യത്തിന് മാത്രം സുഖം കണ്ടെത്തുന്നവൾ എന്നും ആ വാക്കിനെ വ്യാഖ്യാനിക്കാം. അടുത്തത് സാത്മാനന്ദ ലഭീഭൂത ബ്രഹ്മാധ്യാനന്ദ സന്തതി. തൻ്റെ ആത്മരൂപമായിരിക്കുന്ന ആനന്ദത്തിന് ലവീഭൂതങ്ങളായി ശകലീഭൂതങ്ങളായിരിക്കുന്ന ബ്രഹ്മാദികളുടെ ആനന്ദ പരമ്പരയോട് കൂടിയവൾ. അതായത് സാത്മാനന്ദം കൊണ്ട് ബ്രഹ്മാദികളുടെ ആനന്ദ പരമ്പരയെ ലഭീഭൂതമാക്കുന്നവൾ. ലഭീഭൂതമാക്കുക വെച്ചാൽ തുച്ഛീകരിക്കുക, നിസ്സാരവൽക്കരിക്കുക. സാത്മാനന്ദ ലഭീഭൂത ബ്രഹ്മാധ്യാനന്ദ സന്തതി, മനുഷ്യൻ മുതൽ ബ്രഹ്മാവ് വരെയുള്ളവരുടെ ആനന്ദ പരമ്പരയെ അവയൊക്കെ ദേവിയുടെ ആനന്ദത്തിന് മുന്നിൽ നിസ്സാരമാണ്. അപ്പൊ എന്ത് കിട്ടിയാലും, എന്ത് ഭൗതിക ജീവിതത്തിൽ കിട്ടുന്ന സന്തോഷവും, മനുഷ്യന് കിട്ടുന്ന സന്തോഷമാകട്ടെ, ബ്രഹ്മാദികൾക്ക് കിട്ടുന്ന സന്തോഷമാകട്ടെ, എത്ര ദിവ്യമായാലും അത് ദേവിയെ അറിയുമ്പോൾ കിട്ടുന്ന അനുഭവത്തിൽ നിന്നും, ദേവി അനുഭവിക്കുന്ന ആനന്ദത്തിൽ നിന്നും, ദേവിയാകുന്ന ആനന്ദ സ്വരൂപത്തിൽ നിന്ന് വരുന്ന ഒരു കണികയുടെ മുമ്പിൽ അത് നിസ്സാരങ്ങളാണ്. ഇല്ലേ? കൈവര്യമാകിലും ഇന്ദ്രന്റെ പദം എന്തിനു തുച്ഛം നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. അപ്പൊ സ്വാത്മാനന്ദം കൊണ്ട്, സ്വന്തം ആനന്ദം കൊണ്ട് ബ്രഹ്മാദികളുടെ ആനന്ദ പരമ്പരയെ നിസാരവൽക്കരിക്കുന്നവളാണ്. നിസാരവൽക്കരിക്കുന്ന ആനന്ദത്തോടു കൂടിയവൾ. സ്വാത്മാനന്ദ ലഭീഭൂത ബ്രഹ്മാധ്യാനന്ദ സന്തതി. അടുത്ത പദം പര. പര എന്ന വാക്കിന് ഒരുപാട് തരത്തിൽ വിശദീകരണം ഉണ്ട്. പര ശ്രേഷ്ഠമായവൾ, ശ്രേഷ്ഠതമ. പര അതിനപ്പുറത്തൊന്നുമില്ല, സൂപ്പർലേറ്റീവാണ്. ഏറ്റവും ശ്രേഷ്ഠ, അതിനപ്പുറത്ത് ആരുമില്ല. എല്ലാത്തിനും അധിദാത്രിയായവൾ. ഏതിലാണോ എല്ലാം നിൽക്കുന്നത് അവിടെയാണ് പരമശ്രേഷ്ഠ. പര എന്തിനാണോ ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത്, എന്താണോ പ്രപഞ്ചമായി വികസിച്ച് വളർന്നു വന്നിരിക്കുന്നത്, അതാണ് ശ്രേഷ്ഠ. അതാണ് ശ്രേഷ്ഠതമ. അപ്പം പര ശ്രേഷ്ഠതമ എന്നുവെച്ചാൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളവൾ. അതായത് ശബ്ദബ്രഹ്മം ഒരു വ്യക്തിയിൽ നിഷ്പന്ദ ഭാവത്തിൽ അഭിവ്യക്തമാകുന്നതാണ് പര. അതായത് ശബ്ദബ്രഹ്മം, നാദബ്രഹ്മം ഒരു വ്യക്തിയുടെ ആത്മഭാവത്തിൽ സ്പന്ദിക്കാതിരിക്കുന്ന ആ നിരാകാര രൂപത്തിലിരിക്കുന്നതിന് പരയെന്ന് വിളിക്കും. ഇപ്പൊ പ്രളയകാലത്തിൽ പ്രപഞ്ചം ബ്രഹ്മത്തിൽ നിലീനമാകുകയും ജീവന്മാർ യാതൊന്നും അറിയാതെയും അനുഭവിക്കാതെയും അതിൽ വർത്തിക്കുകയും ചെയ്യുമ്പോൾ, പ്രളയകാലത്തിൽ പ്രപഞ്ചം ബ്രഹ്മത്തിൽ നിലീനമാകുന്നു, ലയിച്ച് ജീവന്മാരെ യാതൊന്നും അറിയാതെ അനുഭവിക്കാതെയും അതിൽ വർത്തിക്കുകയും ചെയ്യുന്നു. ബ്രഹ്മം അപ്പം കർമാഭിന്നമായി മായമായി ചേർന്നിരിക്കുന്ന ഈ അവസ്ഥയെ ഖനീഭൂതം എന്ന് വിളിക്കും. ഇത് സൃഷ്ടിയുടെ ആരംഭമാണ്. അപ്പൊ എപ്പോൾ എങ്ങനെ എന്ന് വ്യക്തമാകാതെ തീരുമാനിക്കപ്പെടാതിരിക്കുന്ന അവസ്ഥ, അത് ഖനീഭൂത അവസ്ഥ.
അത് ഈ നാമത്താല്, ഈ കനീഭൂത നാമത്താൽ വിളിക്കപ്പെടുന്നു. ഈ കർമ്മസഞ്ചയം പക്വമാകാൻ തുടങ്ങുന്ന അവസ്ഥയ്ക്ക്, ആ കർമ്മസഞ്ചയം ഒരു പാകത ഉണ്ടായി, സൃഷ്ടി തീർച്ചപ്പെട്ട് കഴിഞ്ഞ അവസ്ഥ, അത് വിചികീർഷ എന്ന് പറയും. അപ്പൊ ഖനീഭൂതം, വിചികീർഷ, ഇതൊക്കെ വെറുതെ പറയുന്നുള്ളൂ, മനസ്സിലാക്കാൻ ശ്രമിച്ച് ബുദ്ധിമുട്ടുണ്ട്. വിചികീർഷ. ഇനി അടുത്തത് മായയുടെ വികാസത്തോട് കർമ്മങ്ങൾ പക്വമാകുന്ന അവസ്ഥ, ഇപ്പൊ സൃഷ്ടി നടന്നു കഴിഞ്ഞ അവസ്ഥ, അത് അവ്യക്തം എന്ന് വിളിക്കുന്നു. സൃഷ്ടിയുടെ ഉത്ഭവസ്ഥാനം അവ്യക്തമാണ്. ആ ത്രിഗുണാത്മികമാണ് അവ്യക്തം. പ്രപഞ്ചത്തിന്റെ ആ ഒരു മുളപ്പാണിത്. മുളയായാൽ ഈ അവ്യക്തത്തിനെ കാരണബിന്ദു എന്ന് വിളിക്കുന്നു. ഈ ഖനീഭൂതം കർമ്മേച്ചാൽ കാരണബിന്ദുവായി തീരുന്നു എന്നാണ് പ്രപഞ്ച സാരതന്ത്രം. ഈ കാരണബിന്ദുവിൽ നിന്നും സൃഷ്ടി ആരംഭത്തിൽ ശബ്ദബ്രഹ്മത്തോടൊപ്പം ഉണ്ടാകുന്ന ആ കാര്യബിന്ദുവിന്റെ പേര് പര എന്നാണ്. ഞാൻ അങ്ങോട്ട് വിസ്തരിച്ച് പോകുന്നില്ല, മനസ്സിലാക്കാൻ വളരെ പ്രയാസമാണ്. നമുക്ക് ഓർക്കേണ്ട ഒരേ ഒരു അർത്ഥം, പര എന്ന് വിളിക്കുമ്പോൾ പരമമായവൾ, എല്ലാത്തിനും കാരണഭൂത, സകലത്തിന് എന്താണോ ഒരു പരമകാരണമായി അവശേഷിക്കുന്നത്, അതാണ് പര. എല്ലാത്തിനും, ഈ പ്രപഞ്ചത്തിൽ കാണുന്നതിനും കാണപ്പെടുന്നതിനും എല്ലാത്തിനും, ഈ പ്രപഞ്ചത്തിനും എല്ലാത്തിനും, ഈ സകലത്തിനും എന്താണ് കാരണഭൂതം, അല്ലെങ്കിൽ ഈ ജഗത്തായി വികസിച്ച് വളർന്ന എന്നൊരു പരമസത്യമാണോ, ആ പരമസത്യത്തിൽ, ആ പരബ്രഹ്മത്തിന്റെ പേര് തന്നെയാണ് പരാ. പരയായ ശക്തി, അതിനപ്പുറത്തൊരു ശക്തിയില്ല. അപ്പൊ പര എന്ന ആ അർത്ഥത്തിൽ എടുത്താൽ നമുക്കതാണ് മനസ്സിലാക്കാൻ നല്ലത്. ഇല്ലെങ്കിൽ നമുക്ക് ഒരുപാട് അർത്ഥവ്യാപ്തിയിലാണ് വ്യാഖ്യാനങ്ങളൊക്കെ അതിന് കൊടുത്തിരിക്കുന്നത്. പ്രത്യക്ഷതിരൂപ, അവ്യക്തമായ ആത്മസ്വരൂപത്തോട് കൂടിയവൾ. പ്രത്യക്ഷതിരൂപ, അവ്യക്ത സഞ്ചമായ ബ്രഹ്മമാണ് പ്രത്യക്ഷതിരൂപ. അതായത് അവ്യക്തമായ ആത്മസ്വരൂപം, അതായത് ആദ്യം നിഷ്കളവും നിരാകാരമായ ബ്രഹ്മത്തിലുണ്ടായ ആദ്യ സ്പന്ദനം കൊണ്ടൊരു അവ്യക്താവസ്ഥ സൃഷ്ടിക്കുന്നു. ആ അവ്യക്താവസ്ഥ എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ്, ഒരു ഐസിന്റെ കഷ്ണത്തിന് മുകളിൽ നമ്മൾ കുറച്ച് മുകളിൽ കൈവച്ചാൽ ഒരു തണുപ്പ് അനുഭവപ്പെടും. അത് ശരിക്കും ഐസിന്റെ ആ പുറത്തുനിന്ന് വരുന്ന ആ തണുപ്പാണ്, ഐസിൽ നിന്നും ഉത്ഗമിച്ച് പുറത്തേക്ക് വരുന്നത്. പക്ഷെ ആ തണുപ്പും ശരിക്കും ഐസ് തന്നെയാണ്. പക്ഷെ ഐസ് ആണോ എന്ന് വെച്ചാൽ അല്ല. പക്ഷെ ഐസിന് തണുപ്പിനെ ഐസിൽ നിന്ന് എടുക്കുന്ന പോലെ പരബ്രഹ്മത്തിന്റെ പുറത്തുണ്ട് ആദ്യത്തെ സ്പന്ദം പരബ്രഹ്മം തന്നെയാണ്, പക്ഷെ ഒരു അവ്യക്താവസ്ഥയിലാണ്. ആ അവ്യക്താവസ്ഥ അത് അപ്രത്യക്ഷമായി കാണുന്ന ശരിക്കും വ്യക്തമല്ലാത്ത ബ്രഹ്മം തന്നെയാണ്. ആ അപ്രത്യക്ഷ ബ്രഹ്മസ്വരൂപിണി, അതായത് അവ്യക്ത സജ്ജമായ അവ്യക്തമായ പേരോടുകൂടി, ആ ബ്രഹ്മത്തിന്റെ അവ്യക്ത ഭാവം, അത് രൂപത്തോടു കൂടിയവൾ. ബ്രഹ്മത്തിന്റെ അവ്യക്ത ഭാവം, അവ്യക്തം, പരബ്രഹ്മത്തിന്റെ അവ്യക്ത ഭാവം ആത്മസ്വരൂപമായോട് കൂടിയവൾ, അവ്യക്തമായ ആത്മസ്വരൂപത്തോട് കൂടിയവൾ, അപ്രത്യക്ഷ ബ്രഹ്മസ്വരൂപിണി എന്ന് അർത്ഥം എടുക്കാം. ചിതിരൂപ, ആ പ്രത്യക്ഷത്തിൽ കാണുന്ന ചിതിരൂപം തന്നെയാണ്. അത് ചിതിരൂപം എന്ന് പറയുമ്പോൾ അതിന് അല്പം മാറി, ഐസും ഐസിന്റെ പുറത്തുള്ള ആവരണമായി വരുന്ന തണുപ്പും ആ വ്യത്യാസമുള്ളൂ, പക്ഷെ അത് ഐസ് തന്നെയാണ്. പിന്നെന്താണ്, പ്രത്യക്ഷിതീരൂപം കൊണ്ട് കണ്ടെത്തേണ്ട ആളെന്നും പറയാം. അതായത് പ്രാതികൂലം, സ്വാത്മാഭിമുഖം, അഞ്ചരീതി, പ്രതീജി എന്നൊരു നിർവചനമുണ്ട്. അതായത് പ്രത്യക്ഷിതി, അന്തർമുഖമായിരിക്കുന്ന ആത്മാവിനെ, നമുക്ക് അന്തർമുഖ ആത്മാവിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ എവിടെയാണ്, ഉള്ളിലേക്ക് അന്വേഷിക്കുക. ഉള്ളിലെ ആത്മാന്വേഷണത്തിനും ഈ പേര് പറയാം. അത് പ്രത്യക്ഷിതി രൂപ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം ബഹിർമുഖമാക്കിയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ പുറത്തേക്കുള്ള കണ്ണ്, പുറത്തേക്കുള്ള കാഴ്ചകളെ നോക്കിയിരുന്നാൽ അകത്തെ ആന്തരിക രഹസ്യങ്ങൾ വെളിപ്പെടില്ല. പുറത്തെ ശബ്ദങ്ങൾ മാത്രം കേൾക്കാൻ കാത ഔത്സുക്യത്തോടിരുന്നാൽ നമുക്ക് ആത്മാവിന്റെ ശബ്ദം, ഉള്ളിലിരിക്കുന്ന സത്യത്തെ കേൾക്കാൻ സാധിക്കില്ല. അപ്പൊ എല്ലാ ഇന്ദ്രിയങ്ങളും ബഹിർമുഖങ്ങളായി പുറത്തേക്ക് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് പുറത്തെ കാഴ്ചകളെ മാത്രം അഭിരമിച്ചാണ് കഴിഞ്ഞുകൂടുന്നത്. അപ്പൊ ഇന്ദ്രിയങ്ങളെ ആത്മാഭിമുഖമാക്കി തിരിക്കുമ്പോൾ, അന്തർമുഖമാക്കി തിരിക്കുമ്പോൾ, ഉള്ളിൽ അറിയുന്ന ആ സത്യത്തെ അറിയുമ്പോൾ ഉള്ളിലെ സത്യം നമുക്ക് വെളിപ്പെടുന്നത് പ്രത്യക്ഷിതി രൂപമാണ്. അത് അവ്യക്തമായ ആത്മസ്വരൂപത്തോട് ആദ്യം പ്രത്യക്ഷപ്പെടുന്നു. അതിനുള്ള അപ്പുറത്ത് കടക്കുമ്പോഴാണ് നമുക്ക് നിരാകാര ബ്രഹ്മത്തെ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പം ആ നിരാകാര ബ്രഹ്മ തൊട്ടിപ്പുറത്തായിട്ട് നമുക്ക് അനുഭവപ്പെടുന്ന, സാധകന് അനുഭവപ്പെടുന്ന ആ അവസ്ഥ, അന്നേരം പ്രത്യക്ഷപ്പെടുന്ന ആ ദേവതാഭാവം, ബ്രഹ്മത്തിന്റെ ആദ്യ സ്പന്ദമാണ് ദേവിയുടെ പ്രത്യക്ഷിതി രൂപം. ആ രൂപം മനസ്സിലുണ്ടാവും. അടുത്ത പശ്യന്തി.
പശ്യന്തി എന്ന പേരോടുകൂടി പരാപശ്യന്തി എന്ന് തുടങ്ങുന്ന നാദമേഖല രണ്ടാമത്തെ സ്വാധിഷ്ഠാനഗതമായ നാദമാണ് പശ്യന്തി. ദേവി നാദരൂപിണിയായാൽ പശ്യന്തി എന്ന് വിളിക്കുന്നു. ദേവിക്ക് പശ്യന്തി, ഉത്തീർണ എന്ന 2 പേരുകൾ കൂടിയുണ്ട്. കാണുന്നതെല്ലാം ദേവി ആകിയാൽ പശ്യന്തി, എന്ത് കാണുന്നു അതെല്ലാം ദേവി. അതുകൊണ്ട് പശ്യന്തി, എന്തെന്ന് കാണപ്പെടുന്നു അതെല്ലാം ദേവി. അങ്ങനെ പശ്യന്തി എന്ന പേര് വന്നു. ഇനി കർമ്മമാർഗത്തിനുപരി ജ്ഞാനമായി പരിണമിക്കുന്ന, സർവത്രമായി വിളങ്ങി നിൽക്കുന്ന ജ്ഞാന സ്വരൂപ എന്ന അർത്ഥത്തിൽ ഉത്തീർണ എന്നും ഒരു പേരുണ്ട്. ഇനി പരദേവത പരമമായ ദേവത. നമ്മുടെ പരദേവത എന്ന് പറയത്തില്ല. നമ്മുടെ പരദേവത എവിടെ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പരമമായ ദേവതയാണ് പരദേവത. സകല ദേവതകളിൽ വെച്ച് നമുക്ക് ശ്രേഷ്ഠയാണ് പരദേവത. പരദേവത എന്ന് പറഞ്ഞ വാക്കിനർത്ഥം പരമമായ ദേവത, പരദേവത, പരാശക്തി എന്ന് താല്പര്യം. നമുക്ക് നമ്മുടെ പരദേവത ഏതെന്നറിയാതെ വന്നാൽ ലളിതാ ത്രിപുര സുന്ദരി ഉപാസിച്ചാൽ മതി എന്നാണ് പറയുന്നത്. അതിലെല്ലാം അടങ്ങിയിരിക്കുന്നു. മധ്യമ, മധ്യത്തിൽ നടുക്ക് വർദ്ധിക്കുന്നവൾ മധ്യമ. പശ്യന്തി വൈഖരി നാമങ്ങളെ മധ്യത്തിൽ വർദ്ധിക്കുന്നവൾ മധ്യമ. വൈഖരി രൂപ, വൈഖരി സ്വരൂപത്തോടു കൂടിയവൾ, വൈഖരി സ്വരൂപത്തോടു കൂടിയവൾ. വൈഖരം മൂർത്തീകരിച്ച ശബ്ദസ്വരൂപം, വൈ നിശ്ചയം തീർച്ച, ഖ കർമ്മദ്വാരം, രാ പ്രവേശിക്കുക തുടങ്ങിയ അർത്ഥങ്ങളുണ്ട്. വൈഖരി സ്വഭാവത്തോടു കൂടിയവൾ. അതായത് നമുക്ക് കുറച്ചുകൂടെ ഓർക്കാൻ, യോഗശാസ്ത്ര പ്രകാരം വൈഖരൻ എന്നൊരു പ്രാണനുണ്ട്. യോഗശാസ്ത്രത്തിൽ വിശദീകരിക്കുന്നതാണ്. ആ പ്രാണനിലൂടെയാണ് യോഗികൾ ദേവിയെ സാക്ഷാത്കരിക്കുന്നത്. വൈഖരി എന്ന പ്രാണനിൽ കൂടി സാക്ഷാത്കരിക്കപ്പെടേണ്ടവൾ ആണ് വൈഖരി എന്ന ദേവി. ദേവിയുടെ പര്യായമായിട്ടുണ്ട്. ദേവിയുടെ അങ്ങനെ വൈഖരി രൂപത്തിലുള്ള പ്രതിഷ്ഠകളുണ്ട്. ഭക്തമാനസ ഹംസിക, ഭക്തന്മാരുടെ മനസ്സിന് ഹംസമായി തീർന്നവൾ. അതായത് അരണ്യങ്ങളിലെ സങ്കേതമാണ് മാനസ സരസ്. അവിടെ അരണ്യങ്ങളെ നീന്തി കളിക്കുന്നതായിട്ട് നമുക്ക് പഠിച്ചിട്ടുണ്ട്. അവിടെ അപ്പം പുരാണത്തിൽ പറയുന്ന മാനസ സരസ്. അപ്പൊ ഭക്തന്മാരുടെ മനസ്സാകുന്ന സരസിലെ അരണ്യമായി തീർന്നവൾ ഭക്തമാനസ ഹംസിക. അടുത്തത് കാമേശ്വര പ്രാണനാടി. കാമേശ്വര പ്രാണനാടി, കാമേശ്വരന്റെ പ്രാണനാടിയായവൾ, കാമേശ്വരന്റെ പ്രാണനാടി. അതിനൊരു കാമേശ്വര പ്രാണനാടി, കാമേശ്വരന്റെ ശിവകാമന്റെ പ്രാണനാടി ആയവൾ. ഇത് നമുക്ക് സൗന്ദര്യ ലഹരിയില് ശ്രീ ശങ്കരാചാര്യ സ്വാമി ഈ ആശയം പറയുന്നുണ്ട്, എങ്ങനെയാണ് കിട്ടിയെന്നുള്ളത്. ഈ പേര് കാമേശ്വര പ്രാണനാടി എന്നുള്ള പേര് കിട്ടിയത് എന്നെ പറഞ്ഞു, അല്ലയോ ദേവി, ഈ ലോകത്തെ ബ്രഹ്മാവ്, ഇന്ദ്രൻ തുടങ്ങിയ ദേവന്മാർ ഭീകരങ്ങളായ ജരാമരണങ്ങളെ പോലും ഹരിക്കുന്ന അമൃതത്തെ ആസ്വദിച്ചിട്ട് പോലും നശിച്ചു പോകുന്നു, കൽപ്പാന്തരത്തിൽ നശിച്ചു പോകുന്നു. എന്നാൽ കരാളമായ വിഷത്തെ വിഴുങ്ങിയ ശിവനാകട്ടെ ആയുസിന് ക്ഷതി സംഭവിക്കുന്നുമില്ല. അതിന്റെ കാരണം അമ്മേ, അവിടുത്തെ താടങ്കം, ഈ കർണാഭരണം, താടങ്കം എന്ന് വെച്ചാൽ തോടയിടത്തില്ലേ, നമ്മുടെ തോട എന്ന് പറയുന്ന ചെവിയുടെ അലങ്കാരം, കർണത്തിലിടുന്ന തോട, കർണാഭരണത്തിന്റെ മഹിമ അതിരേക ഒന്ന് മാത്രമാണ്. അതാണ് സമുദ്രലേഖന ശ്ലോകം. അതായത് അമൃതം ഭക്ഷിച്ച ദേവന്മാര് പോലും മഹാപ്രളയത്തിൽ വിനാശം അടയുന്നു. എന്നാൽ വിഷമാഹരിച്ച ശിവൻ മഹാപ്രളയത്തിൽ പോലും പ്രളയകാലത്തുക അനശ്വരനായി, ഏത് മഹാപ്രളയം വന്നാലും അനശ്വരനായി നിലനിൽക്കുന്നതിന് കാരണം ദേവിയുടെ കർണാഭരണത്തിന്റെ ശക്തിവിശേഷമാണ്. ദേവിയുടെ കർണാഭരണത്തിന്റെ പ്രഭയിൽ കാളകൂട വിഷത്തിന്റെ കാളിമ അസ്തമിക്കുകയും വിഷം നിർവിഷമായി തീരുകയും ചെയ്തു എന്ന് താല്പര്യം. അങ്ങനെ കാമേശ്വരന്റെ പ്രാണനാടിയായി തീർന്നു ദേവി എന്നാണ് അർത്ഥം. അടുത്തത് കൃതജ്ഞ. കൃതത്തെ മുഴുവൻ, അത് കൃതം ചെയ്യപ്പെടുന്ന കർമ്മങ്ങളെ മുഴുവൻ അപ്പോഴപ്പോൾ അറിയുന്നവർ കൃതജ്ഞ. കൃതത്തിനെ അറിയുന്നവൾ, അറിവുള്ളവൾ, കൃതജ്ഞ, ജ്ഞാനമുള്ളവൾ. ഭക്തന്മാരുടെ പൂജകൾക്കും അവർക്ക് ഉപചാര നിവേദ്യാദികൾക്കും ജ്ഞാനം പ്രതിഫലമായി നൽകുന്നവൾ എന്നും അർത്ഥം അറിയാം. പിന്നെ കൃതയുഗം ആകാം. ആ കൃതയുഗം ധർമ്മത്തിന്റെ പൂർണ്ണതയുള്ള യുഗമാണല്ലോ. ആ കൃതയുഗത്തിൽ മുതൽ പൂജിക്കപ്പെട്ടവൾ എന്ന് നമുക്ക് അർത്ഥം പറയാം. കൃതജ്ഞ, കൃതത്തെ എല്ലാം അറിയുന്നവൾ, സകല കർമ്മസാക്ഷിയും. നമ്മൾ അറിഞ്ഞോ അറിയാതോ നമ്മൾ എന്ത് മറച്ചു ചെയ്താലും നമ്മുടെ അന്തര്യാമയായിരിക്കുന്ന ദേവി അതൊക്കെ അറിയുമെന്നർത്ഥം. കൃതജ്ഞ, കൃതമായ എല്ലാത്തിനെ കുറിച്ച് ജ്ഞാനമുള്ളവൾ, കൃതജ്ഞ.
അടുത്തത് 375 പദം. കാമപൂജിത. കാമപൂജിത, കാമദേവനാൽ പൂജിക്കപ്പെടുന്നവൾ, കാമപൂജിത. അടുത്തത് ശൃംഗാരരസ സമ്പൂർണ. ശൃംഗാരരസം കൊണ്ട് സമ്പൂർണയായവൾ, ശൃംഗാരരസം കൊണ്ട് നിറഞ്ഞിരിക്കുന്നവൾ. നവരസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട രസമാണ് ശൃംഗാരം. മനോരഞ്ജനത്തിന്റെ അടിസ്ഥാന പ്രേരണ ശൃംഗാരമാണ്. ആ ശൃംഗാരരസം കൊണ്ടാണ് എല്ലാ മാനുഷിക ബന്ധങ്ങളും ഹൃദ്യവും രസാത്മകവും ആയി തീരുന്നത്. ആ സകല ജീവരാശികളെയും കാണുന്ന, ആ സകല ജീവരാശികളെയും കോർത്തിണക്കുന്ന രസചരണായ ശൃംഗാരരസം ദേവി തന്നെയാണ്. ശൃംഗാരരസ സമ്പൂർണ. അടുത്തത് 377 പദം. ജയ. ജയ. ജയ, എപ്പോഴും എവിടെയും ജയശീലത്തോടു കൂടിയവൾ. അഷ്ടാംഗ യോഗിനിമാരിൽ ഒരാളാണ് ജയ. യോഗിനി രൂപമുള്ളവളെന്ന് അർത്ഥം എടുക്കാം. വാരാഹശൈലത്തിൽ ആരാധിക്കപ്പെടുന്നതും ജയാദേവി ഭാവത്തിലാണ് ദേവി അവിടെ പൂജിക്കുന്നത്. ജാലന്ധരസ്ഥിത. ജാലന്ധര പീഠത്തിൽ സ്ഥിതി ചെയ്യുന്ന, ജാലന്ധര പീഠത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ. ജാലന്ധരം എന്ന പീഠവിശേഷത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ. ജാലന്ധരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേവിക്ക് വിഷ്ണുമുഖി എന്നൊരു പേര് കൂടിയുണ്ട്. ജാലന്ധരെ വിഷ്ണുമുഖി എന്ന് വിഷ്ണു പുരാണത്തിൽ കാണുന്നുണ്ട്. പത്മപുരാണത്തിലും അതിന്റെ പരാമർശമുണ്ട് ഈ തരത്തിൽ തന്നെ. അതായത് യോഗശാസ്ത്രത്തിൽ ജാലന്ധരം എന്നത് ഖണ്ഡദേശവർത്തിയായ വിശുദ്ധി ചക്രമാണ്. അപ്പൊ വിശുദ്ധി ചക്രത്തിന്റെ അധിദാത്രിയായ ദേവി എന്നും അർത്ഥമെടുക്കാം. ഓഠ്യാണ പീഠനിലയ. ഓഠ്യാണ പീഠത്തെ നിലയമാക്കിയിരിക്കുന്നവൾ. ഓഠ്യാണ പീഠം, നിലയം, വീട്. ഓഠ്യാണം. ഓഠ്യാണ പീഠം എന്ന് പറഞ്ഞാൽ ആജ്ഞാചക്രമാണ്. ആജ്ഞാചക്രത്തിൽ നിവസിക്കുന്നവളും ദേവി തന്നെയാണ്. എല്ലാ ചക്രങ്ങളിലും അതിദേവത ദേവിയാണ്. ഓഠ്യാണ പീഠം, ആജ്ഞാചക്രം. ആജ്ഞാചക്രത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ ഓഠ്യാണ പീഠനിലയ. അടുത്തത് ബിന്ദുമണ്ഡലവാസിനി. ബിന്ദുമണ്ഡലത്തിൽ വാസിക്കുന്നവൾ. ശ്രീചക്രത്തിന് നടുവിലുള്ള സർവാനന്ദ ചക്രം എന്ന ബിന്ദുവാണ് ബിന്ദുമണ്ഡലം എന്ന് വിളിക്കുന്നത്. ആ ബിന്ദുമണ്ഡലത്തിൽ വസിക്കുന്നവള് ദേവിയാണ്. അതായത് ബിന്ദുവിനെ വെളുത്തെന്ന അർത്ഥമുണ്ട്, വെണ്മ. വെളുത്ത മണ്ഡലമായ ബ്രഹ്മരന്ധ്രത്തിന് ബിന്ദുമണ്ഡലം എന്ന് പറയും. ആ ബിന്ദുമണ്ഡലത്തിൽ വസിക്കുന്ന ദേവിയാണ് ബിന്ദുമണ്ഡലവാസിനി. അടുത്തത് രഹോയാഗ ക്രമാരാധ്യ. രഹോയാഗ ക്രമാരാധ്യ. അപ്പൊ എന്താണ്? രഹസിൽ അത്യന്ത ഗോപ്യമായി ക്രമമായി നടത്തപ്പെടുന്ന യാഗാദി കർമ്മങ്ങളാൽ ആരാധിക്കപ്പെടുന്നവൾ. അതായത് രഹസ്യങ്കിൽ വിജനത്തിൽ എന്നർത്ഥമാണ്. രഹസ്യ വിജനം എന്ന് അർത്ഥം എടുക്കാം. രഹോയാഗം, രഹസ്യങ്കിൽ വിജനത്തിൽ ചെയ്യപ്പെടുന്ന യാഗം. രഹസ്യമായി ചെയ്യുന്ന യാഗയജ്ഞാദികൾ കൊണ്ട് ആരാണോ സമാരാധിക്കപ്പെടുന്നത്, ആ സമാരാധ്യയാണ് രഹോയാഗ ക്രമാരാധ്യ. അല്ലാതെ നമുക്ക് ഈ ചക്രങ്ങള് ആ തരത്തിലുള്ള നിർവചനങ്ങളുണ്ട്. അതായത് രഹയാഗം എന്നതിന് സഹസ്രാര ചക്രത്തിലെ ശിവശക്തിയുടെ ഏകാന്ത സമ്മേളനം എന്നും വ്യാഖ്യാനമുണ്ട്. അപ്പം രഹോയോഗം എന്ന് പറഞ്ഞാൽ ഏതൊരു യാഗം കൊണ്ടാണോ, ഏതെല്ലാം യാഗാദി യജ്ഞങ്ങൾ കൊണ്ടാണോ ആത്യന്തികമായി എത്തേണ്ട ലക്ഷ്യം, ആ എത്തേണ്ട ലക്ഷ്യത്തില് അതെന്താണ്? ആ ശിവശക്തി ഐക്യമാണ്, ആ ജീവാത്മ ബ്രഹ്മാത്മ ഐക്യമാണ്. അതിലേക്ക് എത്തിക്കപ്പെടുന്നവളും ഈ രഹയോഗ ക്രമാരാധ്യായ ദേവി തന്നെയാണ്. അതായത് ക്രമമായി വിജനതയിൽ ഏകാന്തമായി ആരാധിക്കപ്പെടേണ്ടവളാണ് ദേവി എന്ന് താല്പര്യം. ഇവിടുത്തെ യാഗ്നി ചിരഗ്നിയാണ്. ചിരഗ്നികുണ്ഡ സംഭൂത എന്ന് ദേവിയെ പറഞ്ഞല്ലോ. കുണ്ടലിനി ശക്തിയുടെ ചിരഗ്നികുണ്ഡത്തിലാണ് അഷ്ടാംഗ യാഗക്രമം. അങ്ങനെ ഗോപ്യമായി അഷ്ടാംഗ യാഗക്രമത്തിൽ കൂടി ചിരഗ്നകുണ്ഡത്തിൽ പുണ്യപാപങ്ങളെ ഹോമിച്ച് ആരാധിക്കപ്പെട്ട് പരമമായ സായുജ്യ അവസ്ഥയിൽ ജീവാത്മ പരമാത്മ ഐക്യം എന്ന തരത്തിലേക്ക് അമൃത വർഷത്തെ അനുഭവിക്കുന്ന തരത്തിൽ ആ സഹസ്രാരത്തിൽ ചെന്ന് അവിടെ അമൃത വർഷം അനുഭവിക്കുന്ന
ആ ജീവത്വം, ആ അമൃത വർഷണിയായി നിൽക്കുന്നതും നമ്മളെ അമരത്വത്തിലേക്ക് കടത്തുന്ന ആ ദേവിയാണ് രഹോയക ക്രമാരാധ്യ. അടുത്തത് രഗസ്തർപ്പണ തർപ്പിത. രഗസ്തർപ്പണ തർപ്പിത, രഹസ്യമായി അർപ്പിക്കപ്പെടുന്ന പൂജാവിധികളാൽ പൂർണ്ണ ആയിട്ട് സംതൃപ്തിയായി ആക്കപ്പെടുന്നവൾ. രഗസ്തർപ്പണ തർപ്പിത, ശ്രീ വിദ്യോപാസന മാർഗത്തിന്റെ രഹസ്യമാകുന്ന മാർഗത്തിൽ കൂടി ആരാധിക്കപ്പെടുന്നവൾ. അതായത് ശ്രീ വിദ്യോപാസന മാർഗം രഹസ്യമാണെന്ന് നമുക്കറിയാം. അത് അരുണോപനിഷത്തിലാണ് അതിനെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അന്തർഭാഗത്തെങ്കിൽ ഇടവിടാതെ വിറക് കൂടാതെയും ജനിച്ചുകൊണ്ടിരിക്കുന്ന അജ്ഞാനമാകുന്ന അന്ധകാരത്തിന് ശത്രുവായിട്ടുള്ളതും അന്തർഭാഗത്തെങ്കിൽ ഇടവിടാതെ വിറക് കൂടാതെയും ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന അജ്ഞാനമാകുന്ന അന്ധകാരത്തിന് ശത്രുവായിട്ടുള്ളതും അത്ഭുതങ്ങളായിരിക്കുന്ന കാന്തി സമൂഹങ്ങൾക്ക് വിളനിലമായി വിളങ്ങുന്നതുമായ ചിതഗ്നിയിൽ വസുധാതി ശിവപര്യന്തമുള്ള വിഷത്തെ ഹോമിക്കുന്നതാകുന്നു രഗസ്തർപ്പണം. അതുകൊണ്ട് തർപ്പിത, സന്തോഷിക്കപ്പെടുന്നവൾ. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഭൂമിതത്വം മുതൽ ശിവതത്വം വരെയുള്ള 36 തത്വസമൂഹങ്ങളെയും സംയുക്താകുന്ന അഗ്നിയിൽ ഹോമിക്കുന്നതാണ് ഇവിടുത്തെ തർപ്പണം. ഈ തർപ്പണങ്ങള് ആ ഒരു ഗുരുമുഖത്തിൽ നിന്ന് വ്യത്യസ്തമായി പഠിക്കണം. നമ്മള് ഇതിന്റെ ആമുഖ ക്ലിപ്പിൽ 36 തത്വങ്ങള്, പിന്നീട് തത്വങ്ങൾ വികസിച്ച് 51 അക്ഷരങ്ങളായി പരിണമിച്ചതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ ഭാഗം ഒന്നുകൂടെ കേൾക്കണം. അങ്ങനെ ആ കർമ്മങ്ങളിൽ കൂടി സകലതിനെയും സംഹരിച്ചു കഴിയുമ്പോൾ അവശേഷിക്കുന്ന എന്തോ അതാണ് ആ ദേവി, ആ ബ്രഹ്മസ്വരൂപ. രഗസ്തർപ്പണ തർപ്പിത, ഈ പ്രപഞ്ചമായി രൂപപ്പെട്ട സകല തത്വങ്ങളെയും ഓരോന്നോരോന്നായി ആ അർപ്പിച്ചു കഴിയുമ്പോൾ, ഹോമകുണ്ടത്തിലേക്ക് ഹോമിച്ചു കഴിയുമ്പോൾ അവശേഷിക്കുന്നത്, അതായത് എന്താണ് ഒരു സുന്ദരമായ ഒരു വിഗ്രഹം, ഒരു ശിലയിലെ ഒരു സുന്ദരമായ വിഗ്രഹം എങ്ങനെ നമ്മൾ എടുക്കുന്നത്? ആ ശിലയിലെ വിഗ്രഹം അല്ലാത്ത ആ ദേവതാ ഭാഗമല്ലാത്തതെല്ലാം തട്ടി ഉടച്ച് കളയുമ്പോൾ അവശേഷിക്കുന്നത് ഈശ്വരൻ, ആ ശിലയിലെ വിഗ്രഹം എന്ന് പറഞ്ഞ പോലെ. അതുകൊണ്ട് ആരാധിക്കപ്പെട്ട് പരിപൂർണമായിട്ട് അവശേഷിക്കുന്ന പരബ്രഹ്മത്തെ കാണിച്ചു തരുന്നതിന് വേണ്ടിയാണ് രഗസ്തർപ്പണ തർപ്പിത. അങ്ങനെ തർപ്പിക്കപ്പെടുന്നവളാണ് രഗസ്തർപ്പണ തർപ്പിത. രഹസ്യമായി ചെയ്യുന്ന ആ പ്രതീതത്വം മുതൽ ശിവതത്വം വരെയുള്ള 36 തത്വങ്ങളെയും സംവിഘ്ന ജ്ഞാനാഗ്നിയിൽ ഹോമിക്കുന്നതാണ് ഇവിടുത്തെ തർപ്പണം എന്ന് പറഞ്ഞിരിക്കുന്നത്. സത്യപ്രസാദിനി, പെട്ടെന്ന് പ്രസാദിക്കുന്നവൾ. വിശ്വസാക്ഷിണി, വിശ്വത്തിന് മുഴുവൻ സാക്ഷിയായവൾ. സാക്ഷി വർജിത, മറ്റൊരു സാക്ഷിയില്ലാത്തവൾ. രണ്ടാമതൊന്ന് ഉണ്ടെങ്കിലല്ല സാക്ഷിയുള്ളൂ, ദേവി മാത്രമേ ഉള്ളൂ. അപ്പൊ രണ്ടാമത് ദേവിക്ക് സാക്ഷിത്വം വേണ്ട. ഈ പ്രപഞ്ചത്തിനെല്ലാം സാക്ഷിയായി നിൽക്കുന്ന ദേവിക്ക് മറ്റൊരു സാക്ഷിയില്ല. ഏകത്തിന്റെ ആശ്രയമായ ദേവിക്ക് മറ്റൊരു ആശ്രയമില്ല. ഏകവും അദ്വൈതവുമായി നിൽക്കുന്ന ആ ശുദ്ധ വസ്തുവിനെ ആണ് ബ്രഹ്മം. ആ ബ്രഹ്മസ്വരൂപിനെ ദേവിക്ക് മറ്റൊരു സാക്ഷിയുടെ ആവശ്യമില്ലാത്തതുകൊണ്ട് ദേവി സാക്ഷി വർജിതയാണ്. ഷഡംഗ ദേവതായുക്ത, ഷഡംഗ ദേവതകളോട് കൂടിയവളാണ്. ഷഡംഗ ദേവതകള് നമ്മൾ പൂജ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ, പൂജാ പുസ്തകത്തിലൊക്കെ ഷഡംഗ ദേവത. നമുക്ക് ഹൃദയ, ശിരസി, നമുക്ക് ഓർക്കാം. ഓം ഹൃദയായ നമ, ചിലന്ന് കേട്ടിട്ടുണ്ടാവും. നമുക്ക് ഒന്ന് ലളിതമായി പറയാൻ നോക്കാം. ഓം ഹൃദയായ നമ, ഓം ശിരസേ സാഹ, ഓം ശിഖായ വൗഷൾ, ഓം നേത്രത്രയായ വൗഷൾ, ഓ കവചായ ഹൂം. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പൂജയ്ക്ക് മുദ്രകൾ കാണിക്കുന്നത് കേട്ടിട്ടുണ്ടാവുമല്ലോ. പൂജ പഠിച്ചുകൊടുക്കാൻ പെട്ടെന്നറിയാം. അങ്ങനെ ഈ ഷഡംഗങ്ങൾ കൊണ്ട്, ഈ ഷഡംഗങ്ങൾ ഓരോ ദേവതകൾക്കും വ്യത്യാസം ഉണ്ടാവും. മന്ത്രത്തിന് എല്ലാ ഷഡംഗങ്ങളിലും ഈ ഈശ്വരമയമാക്കി നമ്മുടെ അംഗപ്രത്യയങ്ങളെ ഈശ്വരമയമാക്കിയിട്ടാണ് പൂജ ചെയ്യുന്നത്. അങ്ങനെ ഷഡംഗം കൊണ്ട് ഏത് ദേവതയാണോ ആ ഷഡംഗ ദേവതകളോട് കൂടിയവൾ, ആ ഷഡംഗ ദേവതകളുടെ നിയന്ത്രണം ദേവി തന്നെയാണെന്ന് അർത്ഥം. അതാണ് ഷഡംഗ ദേവതായുക്ത. പിന്നെ ഷഡംഗ ദേവതയായ മഹേശ്വരനുമായി ചേർന്നിരിക്കുന്ന അർത്ഥത്തിൽ ശിവശക്തി ഐക്യസ്വരൂപിണി എന്നും ഷഡംഗ ദേവതയ്ക്ക് അർത്ഥം പറയാറുണ്ട്. ഇത് ഷഡംഗങ്ങളെ പൂജയുടെ ഷഡംഗങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. ഷഡംഗ ദേവതായുക്ത, ഷഡംഗ ദേവതകളോട് കൂടിയവൾ. അടുത്ത 387ാമത്തെ പദം ഷഡ്ഗുണ്യ പരിപൂരിത, ഷഡ്ഗുണങ്ങളാൽ പരിപൂർണയായവൾ. ഷഡ്ഗുണങ്ങളാൽ പരിപൂർണ. ഷഡ്ഗുണങ്ങൾ അറിയാം നമുക്ക്. ഐശ്വര്യ, ധർമ്മ, യശസ്ത്രീ, ജ്ഞാന, വൈരാഗ്യാദികളെയാണ് ഷഡ്ഗുണങ്ങൾ എന്ന് പറയുന്നത്. ഈ ഷഡ്ഗുണങ്ങളാൽ പരിപൂർണയായവൾ, ചുറ്റും നിറയ്ക്കപ്പെട്ടവൾ. അതായത്
ഐശ്വര്യം, വീര്യം, വൈരാഗ്യം, യശസ്, ശ്രീ, ജ്ഞാനം തുടങ്ങിയ ഗുണവിശേഷങ്ങളാൽ ചുറ്റും നിറയ്ക്കപ്പെട്ടവൾ. നിത്യക്ലിന്ന, നിത്യവും ക്ലിന്ന ആർദ്ര, എന്നും ആർദ്ര മനോഭാവത്തോടു കൂടിയവൾ, ആർദ്രയോടുകൂടിയ ദേവി, കരുണാമൃത സാഗര ആയ ദേവി നിത്യക്ലിന്ന. നിരുപമ, തനിക്ക് തുല്യമായി ഒന്നിനെ ഉപമിക്കാൻ സാധിക്കത്തില്ല. സജാതീയമോ വിജാതീയമോ മറ്റൊന്നുമില്ല ദേവിക്ക് തുല്യമായി, ഒന്നുമില്ല. ദേവിക്ക് ആരുമില്ല. തനിക്ക് ഉപമയായി മറ്റൊന്നും കൽപ്പിക്കപ്പെടാൻ കഴിയാത്തവൾ നിരുപമ, ഒന്നിനും ദേവിക്ക് സദൃശമായി ഒന്നിനും ചൂണ്ടിക്കാണിക്കാനില്ല. നിർവാണ സുഖദായിനി, നിർവാണ സുഖത്തെ, ആത്യന്തിക മോക്ഷത്തെ നൽകുന്നവൾ. നിർവാണം മോക്ഷം എന്നർത്ഥം. ആത്യന്തികമായ ആ മോക്ഷത്തെ പ്രദാനം ചെയ്യുന്ന നിർവാണ സുഖത്തെ നൽകുന്നവൾ. നിത്യ ഷോഡശികാരുവ, ഇത് രണ്ടു തരത്തിൽ അർത്ഥം എടുക്കാം. നിത്യ ഷോഡശികാരുവ, നിത്യകളാകുന്ന 16 പേരെ ശിഖാരൂപത്തിൽ കൊണ്ടു നടക്കുന്നവൾ. ശിഖ മുടി. ഇപ്പൊ നിത്യ ദേവതകള്, അത് നിത്യാദേവതകള്, തിഥികളുടെ ദേവതകളെ, അത് കാമേശ്വരി, ഭഗമാലിനി, നിത്യക്ലിന്ന, പേരുണ്ട, വന്യവാസിനി, മഹാവജ്രേശ്വരി, ശിവദൂതി, ത്വരിത, കുലസുന്ദരി, നിത്യ, നീലപതാകിനി, വിജയ, സർവമംഗള, ജ്വാലാമാലിനി, ചിത്ര എന്നീ തിഥികളുടെ ദേവതകളെ ആ നിത്യാഷോട ദേവതകളെ ശിഖാരൂപത്തിൽ ധരിക്കുന്നവൾ, അത് മുടിയിൽ അണിയുന്നവൾ എന്നർത്ഥം കൊടുക്കാം. അല്ലെങ്കിൽ നിത്യ ദേവതകളുടെ രൂപത്തോടു കൂടി. അപ്പൊ നിത്യ ഷോഡശിക രൂപ, നിത്യ ഷോഡശിക രൂപ എന്ന് കൊടുക്കാം. നിത്യ ഷോഡശിക രൂപ മനസ്സിലായിട്ടുണ്ടാവും. നിത്യ ഷോഡശികാരൂപ എന്നും നിത്യ ഷോഡശികാരൂപ എന്ന് കൊടുക്കാം. അപ്പം നിത്യ ഷോഡശികളുടെ രൂപത്തോട് കൂടി. അപ്പം നിത്യ ഷോഡശിക രൂപ എന്നാണ് ഭൂരിപക്ഷം. അങ്ങനെ ഉള്ള വ്യാഖ്യാനത്തിലാണ് വായിച്ചു കേൾക്കുന്നത് പണ്ഡിതന്മാര്. അപ്പൊ നിത്യ ഷോഡശിക രൂപ, നിത്യ ഷോഡശിക ഒരു പദമായിട്ട്, രൂപ രണ്ടാമത്തെ പദമായിട്ട് പറഞ്ഞാൽ അങ്ങനെയാണ് ഭൂരിപക്ഷം വരും. തിരിച്ചു പറഞ്ഞാലും തെറ്റില്ല, അങ്ങനെ വ്യാഖ്യാനിക്കാം. നിത്യ ഷോഡശിക രൂപ. അടുത്ത പദം ശ്രീകണ്ഠ അർത്ഥ ശരീരണി. ശ്രീകണ്ഠന്റെ അർത്ഥശരീരത്തോടു കൂടി ശ്രീകണ്ഠൻ. അപ്പൊ സ്ത്രീക്ക് വിഷം എന്നർത്ഥമുണ്ട്. വിഷം കഴുത്തിൽ ഉറഞ്ഞുകൂടി ആ തരത്തിലാണ് ശ്രീകണ്ഠത്വം ഉണ്ടായത്. അപ്പൊ ശ്രീകണ്ഠം പോലെ അർത്ഥശരീരത്തോടു കൂടിയവളെന്ന് പദത്തെ പറയാം. വിഷം പോലെ നീലിമയുള്ള അർത്ഥശരീരത്തോടു കൂടിയവളെന്ന് ദേവിയുടെ അർത്ഥം പറയാം. ശ്രീകണ്ഠാർത്ഥ ശരീരണി. ദേവിയുടെ വലതുവശം, ദേവി വലതുവശത്തെ ഗൗരിയായും വെണ്മയുള്ള രൂപത്തോടും ഇടതുവശം കറുത്തതായി കാളിമയുള്ള രൂപത്തോടും കരുതപ്പെടുന്നുണ്ട്. വായുപുരാണത്തിൽ പറയുന്ന ദേവിയുടെ വലതുവശം ഗൗരി, ഇടതുവശം കാളിയാണ്. വലതുവശത്ത് വെണ്മയും ഇടതുവശത്ത് കറുപ്പുമാണ് നിറം. അങ്ങനെ ശ്രീകണ്ഠാർത്ഥ ശരീരം എന്ന് പറയാം. പിന്നെ വേറൊരു വ്യാഖ്യാനം, ശിവതത്വ ന്യാസപ്രകാരം ശരീരന്യാസം ചെയ്യുമ്പോൾ ശരീരത്തിന്റെ ഒരു പകുതി ശക്തിമയവും മറ്റേ പകുതി ബ്രഹ്മമയമായും കരുതുന്നു. അങ്ങനെ രണ്ട് ശരീരത്തോടു കൂടിയവൾ. നമുക്ക് അർത്ഥത എങ്ങനെ വേണമെങ്കിലും കൽപ്പിക്കാം. അപ്പൊ ശ്രീകണ്ഠാർത്ഥ ശരീരം. അപ്പൊ പരബ്രഹ്മം. അപ്പൊ ശ്രീകണ്ഠൻ എന്ന് വെച്ചാൽ പരബ്രഹ്മമാണല്ലോ. ശിവശക്തി എന്ന് വെച്ചാൽ ശിവൻ നിർഗുണ നിരാകാര ബ്രഹ്മം, ഇല്ലേ? നിർഗുണ നിരാകാര ബ്രഹ്മത്തെയാണ് ശിവൻ എന്ന് വിളിക്കുന്നത്. ആ ശിവനും അതിന്റെ ശക്തിവിശേഷമാണ് ദേവി. അത് തമ്മില് പറഞ്ഞിരിക്കുക എങ്ങനെ, വാഗാർദ്ധാവിവ സംപ്രബ്ധോ വാഗാർദ്ധ പ്രതിബദ്ധയെ ജഗത പിതരോ വന്ദേ. പാർവതി പരമേശ്വരോ. പാർവതി പരമേശ്വരൻ എങ്ങനെയാണ് നിൽക്കുന്നത്? നിഷ്കള ബ്രഹ്മവും ആ ചലനമുള്ള ആ ചലന ബ്രഹ്മവും, നിഷ്കള ബ്രഹ്മവും രൂപത്തോടുള്ള ബ്രഹ്മവും. അപ്പൊ നിഷ്കളവും നിരാകാര ബ്രഹ്മത്തിന്റെ ശക്തി ചൈതന്യമാണ് ദേവി. അത് വാക്കും അർത്ഥവും പോലാണ് ജഗത്തിന്റെ പിതാക്കന്മാരായ പാർവതി പരമേശ്വരന്മാർ നിൽക്കുന്നതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ശ്രീകണ്ഠാർത്ഥ ശരീരമി. പ്രഭാവതി, പ്രഭയോടുകൂടികൾ. പ്രഭകൾ എന്ന് വെച്ചാൽ അഷ്ട ഐശ്വര്യ സിദ്ധികളാണ്. അണിമാതിപരാമൃത മയൂഖേ അകമിത്യവിവായ മഹേഷി, അല്ലേ? ഇപ്പം സൗന്ദര്യലഹരിയിലൊക്കെ അത് പറഞ്ഞിട്ടുണ്ട്. സൗന്ദര്യലഹരിയിലെ 30ാമത്തെ പദ്യം, സ്വന്തം ദേഹത്തിൽ നിന്ന് വിരഗമിക്കുന്ന മരീചികളാകുന്ന അണിമാതി അഷ്ടൈശ്വര്യ ദേവതകൾ ചുറ്റും നിന്ന് സേവിക്കുന്ന അങ്ങേ യാതൊരു ഉപാസകനാണോ അവിടുത്തെ
ഞാൻ തന്നെ എന്ന ഏകത്വ ബുദ്ധിയോടുകൂടി ധ്യാനിക്കുന്നത് ആ സാധകൻ ത്രിനേത്രന്റെ ഐശ്വര്യത്തെ തൃണമാക്കി തീർക്കുന്നു. മഹാ സംവർത്താഗ്നി അവന് നീരാഞ്ജന വിധി അനുഷ്ഠിക്കുന്നു എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ നമുക്ക് ഓർക്കേണ്ടത് എത്ര മാത്രമേ ഉള്ളൂ? പ്രഭാവതി പ്രഭകളോടുകൂടിയുള്ള അഷ്ടസിദ്ധികളാകുന്ന പ്രഭയോടുകൂടികൾ. പ്രഭാരൂപ, പ്രഭ തന്നെ രൂപമെടുത്തവൾ. ഇപ്പം നമ്മൾ പ്രഭാവതി എന്ന് പറഞ്ഞപ്പോൾ അഷ്ടൈശ്വര്യങ്ങൾ തന്നെ രൂപമെടുത്തവൾ എന്നർത്ഥം രണ്ടാമത്തെ പദത്തിന്. പ്രഭാരൂപ, പ്രഭ തന്നെ പ്രഭാവതിയാണ്, പ്രഭ തന്നെ രൂപമെടുത്തവളും ദേവി തന്നെയാണ്, അഷ്ടസിദ്ധികളും ദേവി തന്നെയാണ്. പ്രസിദ്ധ, പ്രസിദ്ധ, എല്ലാവരും ഞാൻ എന്ന പ്രസിദ്ധ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഞാൻ എന്നറിയപ്പെടുന്നത് കൊണ്ട് എന്നർത്ഥം കൊടുത്തിട്ടുണ്ട്. അതായത് എല്ലാവരിലും ഞാൻ എന്നുള്ള അഹസ്ഫൂർത്തിയില്ല, ഞാൻ എന്നുള്ള എല്ലാവരും. അപ്പൊ ത്വമേവാഹം, നീ തന്നെ ഞാൻ എന്ന് തോന്നുന്ന അവസ്ഥ. അതായത് ഭക്തന്മാർ വാഴ്ത്തുമ്പോൾ ഞാൻ എന്ന ഒരു അറിവുണ്ടാവും എല്ലാവർക്കും. അതായത് എല്ലാവരാലും അറിയപ്പെടുന്നവളാണ് പ്രസിദ്ധ എന്ന പദം എടുത്താൽ മതി. എല്ലാവരാലും അറിയപ്പെടുന്നവളാണ് പ്രസിദ്ധ, ആ അർത്ഥത്തിലെടുക്കാം. എല്ലാവരും ഞാനെന്ന് പറയാറില്ല. ഞാൻ ആരാണ്, ഞാനെന്നുള്ള അഹസ്ഫൂർത്തി എല്ലാവരിലും ഉണ്ടല്ലോ. ഞാൻ എന്ന വ്യക്തിത്വ ബോധം. ഈ വ്യക്തിത്വ ബോധങ്ങളെല്ലാം ദേവി തന്നെയാണ്. എല്ലാവരാലും എപ്പോഴും അറിയപ്പെടുന്നത് അവള് പ്രസിദ്ധ എന്ന് അറിയപ്പെടുന്നു. അത് മനസ്സിലാക്കാൻ അല്പം വിഷമമുണ്ട്. പ്രസിദ്ധ എന്നുള്ള വാക്കിനർത്ഥം നമ്മൾ പഠിച്ചത് എല്ലാവരാലും അറിയപ്പെടുന്നവൾ. അത് നമ്മുടെ ഉള്ളിലൊക്കെ ഞാൻ എന്നൊരു ആത്മഭാവം ഇല്ലേ? ഞാൻ ഇന്നാര്, ഞാൻ എന്ന് ഏത് ഉള്ളിലും ഉറക്കത്തിലും എപ്പോഴും നമ്മുടെ ഉള്ളിൽ അഹസ്ഫൂർത്തി ഞാൻ എന്നൊരു കേവലമായ ആത്മബോധമുണ്ട്. ഈ ആത്മബോധമായിട്ട് സകല ചരാചരങ്ങളിലുള്ള ഈ ആത്മബോധം ദേവി തന്നെയാണ്. എല്ലാവരിലും എപ്പോഴും അറിയപ്പെടുന്നുണ്ട്, അത് പ്രസിദ്ധിയാണ്. അപ്പൊ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആത്മബോധം ദേവി തന്നെയാവുണ്ട്. ആ ആത്മബോധത്തോടു കൂടി എല്ലാ പിണ്ടാണ്ടങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ആത്മബോധം ദേവി തന്നെയാണ്. ആ ആത്മബോധം കൊണ്ട് പ്രസിദ്ധ, എല്ലാവരും എപ്പോഴും ഉച്ചരിക്കപ്പെടുന്നുണ്ട് പ്രസിദ്ധ, ആ അർത്ഥത്തിലെടുക്കാം പ്രസിദ്ധ. പരമേശ്വരി പരമമായ ഈശ്വരി, അതിനപ്പുറത്തൊരു ഈശ്വരി ഇല്ല. സർവത്തിനെയും ഭരിക്കുന്നവൾ, സർവത്തിനെയും പരിരക്ഷിക്കുന്നവൾ. മൂലപ്രകൃതി ത്രിഗുണാത്മികമായ സർവപ്രപഞ്ചത്തിനും മൂലകാരണമായതാണ് മൂലപ്രകൃതി, സർവസൃഷ്ടിക്കും മൂലമായ തത്വം. ബ്രഹ്മം കാര്യകാരണ വ്യവസ്ഥയ്ക്ക് അതീതമാണ്. മൂലപ്രകൃതി. കൃതി എന്നാൽ സൃഷ്ടിക്ക് നിദാനമായത്, പ്രകർഷേണ സൃഷ്ടിക്ക് മുഖ്യമായി അതാണ് കൃതി എന്നർത്ഥം എടുക്കാം. പിന്നീട് ഈ ദുർഗ, ലക്ഷ്മി, സരസ്വതി, സാവിത്രി, രാധ എന്നീ ദേവിമാർ മൂലപ്രകൃത പരിണാമങ്ങളെന്ന് ദേവി ഭാഗവതം പറയുന്നുണ്ട്. ശ്രീവിദ്യാചക്രത്തിനും മൂലപ്രകൃതി പേരുണ്ട്. അപ്പം പ്രകാശം അകാരമാണ്, വിമർശം ഹായാണ്. അപ്പൊ ആയിൽ തുടങ്ങി ഹായിൽ അവസാനിക്കുന്ന ആ എന്ന അക്ഷരം ഇത് തുടങ്ങി ഹായിൽ അവസാനിക്കുന്ന സ്വരവ്യഞ്ജനങ്ങൾ പ്രപഞ്ചത്തിന്റെ സംഗ്രഹ രൂപമാണെന്ന് പറയുന്നു വർണ്ണങ്ങൾ. ആ വർണ്ണസ്വരൂപ അക്ഷരാത്മികയായ ദേവിക്കും മൂലപ്രകൃതി എന്ന് വിളിക്കാറുണ്ട്. അപ്പോഴേ ആ മൂലപ്രകൃതിക്ക് ഒരുപാട് തത്വങ്ങളുണ്ട് മൂലപ്രകൃതി വിളിക്കാൻ കാരണം. മഹത്വത്വം, അഹങ്കാരം, മനസ്സ്, 5 മഹാഭൂത തന്മാത്രകൾ, ശബ്ദസ്പർശ രൂപ രസഗന്ധങ്ങളാകുന്ന ഭൂതതന്മാത്രകൾ, 5 പഞ്ചഭൂതങ്ങൾ 5 ഉണ്ടല്ലോ, സ്ഥൂലഭൂതങ്ങൾ 5 ജ്ഞാനേന്ദ്രിയങ്ങൾ അറിയാം, 5 ജ്ഞാനേന്ദ്രിയങ്ങൾ അറിയാം. ജ്ഞാനേന്ദ്രിയങ്ങൾ 5 എണ്ണം, കർമ്മേന്ദ്രിയങ്ങൾ 5 എണ്ണം. ഇങ്ങനെ ഇവയെല്ലാം ചേർന്നത് തത്വങ്ങൾ ആ മൂലപ്രകൃതിയിൽ നിന്ന് ഉൽപ്പന്നമായ വികൃതികളാണെന്ന് പറയും. അതെല്ലാം വികൃതികളാണ്. അപ്പൊ വികൃതി എന്ന് പറഞ്ഞാൽ ആ വികൃതിക്ക് ഒരു ആധാരം ഉണ്ടാക്കണം. ഈ ഇത്രയും തത്വങ്ങൾ ഉണ്ടായത് അതിന്റെ മൂലപ്രകൃതി, അതിന്റെ പ്രകൃതി മൂലപ്രകൃതിയാണ്. ആ വികൃതി ഏതിൽ നിന്നുണ്ടായോ അതാണ് വികൃതികൾ. ഓരോന്നും അടുത്തതിന് ഓരോ വികൃതിക്കും അടുത്തത് പ്രകൃതി ഉണ്ടാവുന്ന നിയമം. അതായത് പഞ്ചഭൂതങ്ങളിൽ ജലം ഭൂമിക്കും, അഗ്നി ജലത്തിനും, വായു അഗ്നിക്കും, ആകാശം വായുവിനും, ബ്രഹ്മം ആകാശത്തിനും പ്രകൃതി ആയിരിക്കുന്നു എന്ന് പറയുന്നു. അതായത് എന്തിൽ നിന്നുണ്ടായി? ബ്രഹ്മത്തിൽ നിന്ന് ആകാശം ഉണ്ടായി. അപ്പോൾ ഏതാണ് ഉണ്ടായത് വികൃതി, അതിന് ജന്മം കൊടുത്തത് പ്രകൃതി. അങ്ങനെ പറയാറുണ്ട്. നമുക്ക് മൂലപ്രകൃതി എന്നുള്ള വാക്ക് മനസ്സിലാക്കിയാൽ മതിയാവും. ഇപ്പം അടുത്തത് അവ്യക്ത, അപ്രത്യക്ഷമായുള്ള, വ്യക്തമായിട്ട് അറിയാൻ സാധിക്കാത്തവൾ. കാരണം ഈശ്വരനെ വ്യക്തമായിട്ട് അറിയാൻ വിഷമമാണ്. യഥോ വാചോ നിവർത്തന്തി അപ്രാപ്യ മനസ്സാ സഖ. എവിടെയാണോ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമണം അവ്യക്തമായി തീരും, അസ്പഷ്ടമാണ്.
അസ്പഷ്ടം. പക്ഷേ അടുത്ത പദം എന്താണ്? വ്യക്ത അവ്യക്ത സ്വരൂപിണി, പ്രത്യക്ഷമായി അപ്രത്യക്ഷവുമായ സ്വരൂപത്തോടു കൂടിയവൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ദേവി ഭക്തന്മാർക്ക് പ്രത്യക്ഷയാണ്, ഭക്തിയില്ലാത്തവർക്ക് അവ്യക്തയാണ്. അപ്പം ഭക്തന്മാർക്ക് ഭക്തി കൊണ്ട് സാന്ദ്രമായാൽ ദേവി പ്രത്യക്ഷപ്പെടാറുണ്ട്, വ്യക്തമാകാറുണ്ട്. അപ്പൊ വ്യക്തവും അവ്യക്തവും രണ്ടും ദേവിയുടെ സ്വരൂപമാണെന്നർത്ഥം. വ്യക്ത അവ്യക്ത സ്വരൂപിണിയാണ് ദേവി. വ്യക്ത അവ്യക്ത സ്വരൂപിണി. അടുത്തത് 400-ാമത്തെ പദം. വ്യാപിനി. വ്യാപിനി സർവജഗത്തിലും വ്യാപിച്ചിരിക്കുന്നവൾ, അല്ലെങ്കിൽ വ്യാപനം ശീലമായവൾ. സർവജഗത്തിലും വ്യാപിച്ചിരിക്കുന്ന ദേവി തന്നെയാണ്. എന്താണ്? ദേവി അല്ലാതെ ഒന്നുമില്ല. സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലമായി ഇരിക്കുന്നതെല്ലാം ഒരേ ശക്തി തന്നെയല്ലേ. അപ്പം ഈ ബ്രഹ്മമായി പരിവർത്തനം ചെയ്ത ദേവിയാണ് ഈ ബ്രഹ്മത്തിൽ കുടികൊള്ളുന്ന സകല ചരാചരങ്ങളുടെ അന്തർശക്തിയായി അന്തര്യാമമായി ഇരിക്കുന്ന ദേവി തന്നെയാണ്. ദേവി ഇല്ലാത്തത് ഒരു സ്ഥലമില്ല. അതുകൊണ്ട് വ്യാപിനിയാണ്. സർവത്ര വ്യാപനശീലമുള്ളവൾ, സർവത്ര നിറഞ്ഞു നിൽക്കുന്നവൾ, സർവവുമായി നിൽക്കുന്നവൾ, അതാണ് ദേവി. ഇങ്ങനെ നമ്മൾ ഇന്ന് സൂര്യന്റെ 5-ാമത്തെ കലയായ ജ്വാലിനി കലയിലെ 100 നാമങ്ങളും പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ 400 നാമങ്ങൾക്ക് ലളിതമായിട്ട് വായിക്കാൻ പഠിച്ചു. തെറ്റില്ലാതെ വായിക്കാനും, ആരെങ്കിലും ഭാവിയിൽ നമ്മളോട് ചോദിച്ചാൽ അടുത്ത തലമുറകളുടെ ഉത്തരവാദിത്തം കൊണ്ട് നമുക്ക് ലളിതമായിട്ടൊരു അർത്ഥം പറഞ്ഞു കൊടുക്കാനും തെറ്റില്ലാതെയുള്ള വായിച്ചു പഠിപ്പിക്കാൻ സഹായിക്കാനും മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. കാരണം ലളിതാ സഹസ്രനാമത്തിൽ ഒരു പദവും നമുക്ക് വ്യാഖ്യാനിക്കാൻ സാധിക്കത്തില്ല. അത്യധികം നിഗൂഢമായ അർത്ഥം കൊണ്ട് നിറഞ്ഞതാണ്. ദേവി തന്നെ നമ്മുടെ മനസ്സിൽ ശരിയായ അർത്ഥ കൽപ്പന തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത് ദേവിയുടെ പാദപങ്കജങ്ങളിൽ ഈ 400 നാമങ്ങൾ, അതായത് ഈ ചതുർത്ഥ ശതകം സമർപ്പിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം.